യേശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം ദൈവപിതാവിൻ്റെ സർവാധിപത്യത്തെയും അവിടുത്തെ പരിശുദ്ധിയെയും ഉദ്ഘോഷിക്കുന്ന ഒരു ഉത്കൃഷ്ട പ്രവചന സമാഹാരമാകുന്നു. മനുഷ്യകുലത്തെ വീണ്ടെടുക്കുന്നതിനായി പീഡിതനായ ദാസനായി ആഗതനാകുന്ന പുതിയ നിയമത്തിലെ മിശിഹായെക്കുറിച്ചുള്ള ദൈവിക വാഗ്ദാനം ഇതിൽ അതിസ്പഷ്ടമായി പ്രതിധ്വനിക്കുന്നു. അനുഷ്ഠാനങ്ങളിലെ ബാഹ്യമായ ആചാരങ്ങൾക്കല്ല, അന്തരംഗത്തിലെ സത്യസന്ധതയ്ക്കാണ് പ്രാധാന്യമെന്ന് യേശയ്യാ പ്രവാചകൻ ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആത്മീയ അന്ധതയും സ്വയം പര്യാപ്തതയും മനുഷ്യനെ അധപതനത്തിലേക്ക് നയിക്കുന്നുവെന്നും ദൈവത്തിൻ്റെ വഴികൾ നമ്മുടേതിനേക്കാൾ അത്യുന്നതങ്ങളിലാണെന്നും പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. നീതി പുനഃസ്ഥാപിതമാകുന്ന ഒരു നവലോക സൃഷ്ടിയുടെ പ്രത്യാശ വിശ്വാസികളെ ദൈവത്തിലേക്ക് തിരിച്ചു വിളിക്കുമ്പോൾ കർത്താവിനെ പരിത്യജിക്കുന്നവർക്ക് മുന്നിൽ കണിശമായ താക്കീതും മുഴങ്ങുന്നു. വരാനിരിക്കുന്ന കാലത്തെ നേരിടുവാൻ ഹൃദയത്തിൽ നിന്നുള്ള യഥാർത്ഥ പശ്ചാത്താപമാണ് ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ ആഗമനം ആസന്നമായിരിക്കുന്നു. നാം എല്ലാവരും ജാഗ്രതയോടെയും ഒരുക്കത്തോടെയും ഇരിക്കേണ്ട സമയമാണിത്. കർത്താവെ, ജീവൻ നൽകുന്ന അങ്ങയുടെ വചനങ്ങളിലൂടെ ഞങ്ങളെ ജ്ഞാനം നൽകി നിറയ്ക്കണമേ. ഇതാ ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 3. ജെറുസലേമിൽ അരാജകത്വം. ഇതാ കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ്, യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും എല്ലാ താങ്ങും തുണയും അപ്പവും വെള്ളവും എടുത്തു മാറ്റുന്നു. ധീരനും പടയാളിയും ന്യായാധിപനും പ്രവാചകനും ഭാവി പറയുന്നവനും ശ്രേഷ്ഠനും സൈന്യാധിപനും പ്രഭുവും ഉപദേഷ്ടാവും മന്ത്രവാദിയും ആഭിചാരകനും ഇല്ലാതാകും. ഞാൻ ബാലന്മാരെ അവരുടെ രാജാക്കന്മാരാക്കും. ശിശുക്കൾ അവരെ ഭരിക്കും. ജനം പരസ്പരം പീഡിപ്പിക്കും. ഓരോരുത്തനും തൻ്റെ കൂട്ടുകാരനെയും അയൽക്കാരനെയും ചൂഷണം ചെയ്യും. യുവാക്കൾ വൃദ്ധരെയും അധമൻ മാന്യനെയും അപമാനിക്കും. ഒരുവൻ തൻ്റെ പിതൃഭവനത്തിൽ പ്രവേശിച്ച് സഹോദരനെ പിടിച്ചു നിർത്തി പറയും, നിനക്കൊരു മേലങ്കിയുണ്ട്, നീ ഞങ്ങളുടെ നേതാവായിരിക്കുക. ഈ നാശകൂമ്പാരം നിൻ്റെ അധീനതയിലായിരിക്കും. അന്ന് അവൻ മറുപടി പറയും, ഞാൻ വൈദ്യനല്ല, എൻ്റെ വീട്ടിൽ അപ്പമോ മേലങ്കിയോ ഇല്ല. നീ എന്നെ ജനനേതാവാക്കരുത്. ജെറുസലേമിൻ്റെ കാലിടറി യൂദ നിബദിച്ചു. എന്തെന്നാൽ അവർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കർത്താവിനോട് മത്സരിച്ച് അവിടുത്തെ മഹത്വപൂർണമായ സാന്നിധ്യത്തെ വെല്ലുവിളിച്ചു. അവരുടെ പക്ഷപാതം അവർക്കെതിരെ സാക്ഷ്യം നൽകുന്നു. അവർ തങ്ങളുടെ പാപം മറയ്ക്കാതെ സൊദോമിനെ പോലെ ഉദ്ഘോഷിക്കുന്നു. അവർക്ക് ദുരിതം. അവർ തങ്ങളുടെ മേൽ തിന്മ വിളിച്ചു വരുത്തിയിരിക്കുന്നു. നീതിമാന്മാരോട് പറയുക, നിങ്ങൾക്ക് നന്മ വരും. നിങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കും. ദുഷ്ടന് ദുരിതം, അവൻ്റെ മേൽ തിന്മ വരുന്നു. അവൻ ചെയ്തത് അവനോട് ചെയ്യും. എൻ്റെ ജനം, കുട്ടികളാണ് അവരുടെ മർദ്ദകർ, സ്ത്രീകളാണ് അവരുടെ മേൽ ഭരണം നടത്തുന്നത്. എൻ്റെ ജനമേ, നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളെ വഴിതെറ്റിക്കുന്നു. എങ്ങോട്ട് തിരിയണമെന്ന് നിങ്ങൾ അറിയുന്നില്ല. കർത്താവിൻ്റെ വിധി. കർത്താവ് ന്യായം വിധിക്കാൻ ഒരുങ്ങുന്നു. തൻ്റെ ജനത്തെ വിധിക്കാൻ എഴുന്നേൽക്കുന്നു. കർത്താവ് തൻ്റെ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരെയും രാജാക്കന്മാരെയും വിധിക്കുന്നു. നിങ്ങളാണ് മുന്തിരിത്തോട്ടം നശിപ്പിച്ചവർ. പാവപ്പെട്ടവരെ കൊള്ളയടിച്ച വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്. എൻ്റെ ജനത്തെ ഞെരുക്കാനും പാവപ്പെട്ടവരുടെ തല ചതയ്ക്കാനും നിങ്ങൾക്കെന്ത് കാര്യം? സൈന്യങ്ങളുടെ ദൈവമായ കർത്താവാണ് അരുളി ചെയ്യുന്നത്. സിയോൻ പുത്രിമാർക്ക് താക്കീത്. കർത്താവ് അരുളി ചെയ്തു, സിയോൻ പുത്രിമാർ ഗർഭിഷ്ഠരും ഞെളിഞ്ഞു നടക്കുന്നവരും കടക്കണ്ണെറിയുന്നവരും പാദസരം കിലുക്കി അലസഗമനം ചെയ്യുന്നവരുമാണ്. കർത്താവ് അവരുടെ ശിരസ് ചിരങ്ങുകൊണ്ട് നിറയ്ക്കും, അവരെ നഗ്നരാക്കും. അന്ന് കർത്താവ് അവരുടെ പാദസരത്തിൻ്റെ അലങ്കാരവും തലമുടി നാടയും കിരീടവും കുണ്ടലവും വളയും ഖണ്ഡപടവും ശിരോവസ്ത്രവും തോൾ വളയും അരപ്പട്ടയും സുഗന്ധ ചിമിഴും ഏലസും മുദ്രമോതിരവും മൂക്കുത്തിയും വിലപിടിച്ച വസ്ത്രവും മേലങ്കിയും കുപ്പായവും ചെറുസഞ്ചിയും ലോലമായ വസ്ത്രവും പട്ടുവസ്ത്രവും തലപ്പാവും മൂടുപടവും എടുത്തു മാറ്റും. പരിമളത്തിന് പകരം ദുർഗന്ധം, അരപ്പട്ടയ്ക്ക് പകരം കയർ, പിന്നിയ തലമുടിക്ക് പകരം കഷണ്ടി, വിലപിടിപ്പുള്ള പുറംകുപ്പായത്തിന് പകരം ചാക്ക്, സൗന്ദര്യത്തിന് പകരം അവമതി. നിന്റെ പുരുഷന്മാർ വാളിനിരയാകും. പ്രബലന്മാർ യുദ്ധത്തിൽ നിലംപതിക്കും. നഗര കവാടങ്ങൾ വിലപിക്കും. ബലാത്കാരത്തിന് ഇരയായി നീ തറയിൽ ഇരിക്കും.
പ്രിയ ദൈവജനമേ, യൂദ രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ അതിനിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഏശയ്യ ഈ പ്രവചനം നടത്തുന്നത്. അസീറിയൻ സാമ്രാജ്യം ശക്തി പ്രാപിക്കുകയും അയൽ രാജ്യങ്ങളെ വിഴുങ്ങുകയും ചെയ്യുന്ന ഒരു ഭീകരമായ കാലഘട്ടമായിരുന്നു അത്. അന്നത്തെ ഭരണാധികാരികൾ ദൈവത്തെക്കാളുപരി തങ്ങളുടെ സൈനിക ബലത്തിലും വിദേശ സഖ്യങ്ങളിലും അമിതമായി വിശ്വസിച്ചിരുന്നു. യൂദയായിലെ ജനങ്ങൾ സന്മാർഗികമായും ആത്മീയമായും വലിയ അധപതനത്തിൽ ആണ്ടുപോയ ഒരു സമയമായിരുന്നു ഇത്. ഈ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനിടയിലാണ് പ്രവാചകൻ വരാനിരിക്കുന്ന വലിയ വിപത്തിനെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. ദൈവാശ്രയമില്ലാതെ വെറും ലൗകിക സുരക്ഷയിൽ മാത്രം വിശ്വസിക്കുന്നത് അബദ്ധമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. നീതിയും ന്യായവും കൈവിട്ട ഒരു ജനതയുടെ മേൽ ദൈവം തൻ്റെ വിധി നടപ്പിലാക്കാൻ പോകുന്നു. ദൈവം കൈവിട്ടാൽ പിന്നെ ആരും നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല എന്ന കടുപ്പമേറിയ സത്യമാണ് ഇവിടുത്തെ പശ്ചാത്തലം. പ്രിയ സഹോദരങ്ങളെ, ഈ അധ്യായത്തിലെ പ്രധാന സന്ദേശം യെരുസലേമിൻ്റെയും യൂദയായുടെ മേൽ വരാനിരിക്കുന്ന സമ്പൂർണമായ തകർച്ചയാണ്. ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ആഹാരവും വെള്ളവും മാത്രമല്ല, അവരുടെ നേതാക്കന്മാരെയും ദൈവം എടുത്തു മാറ്റുമെന്ന് പ്രവചനം പറയുന്നു. യുദ്ധവീരന്മാർ, ന്യായാധിപന്മാർ, പ്രവാചകന്മാർ, മുതിർന്നവർ എന്നിവരെല്ലാം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയായിരിക്കും ഇത്. പകരം കുഞ്ഞുങ്ങളും വിവേകമില്ലാത്തവരും അവരെ ഭരിക്കുന്ന ഗതികേട് വന്നു ചേരുമെന്ന് ഏശയ്യ പ്രഖ്യാപിക്കുന്നു. പ്രഭുക്കന്മാരും ജനങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാകുകയും പരസ്പരം പീഡിപ്പിക്കുകയും ചെയ്യുന്ന അരാജകത്വം ഉടലെടുക്കും. സമാധാനം നശിക്കുകയും ദാരിദ്ര്യം പടരുകയും ചെയ്യുന്ന ആ ദിവസം വളരെ ഭയാനകമായിരിക്കും. ദൈവത്തിൻ്റെ കണ്ണ് ഈ ജനത്തിൻ്റെ തിന്മകളുടെ മേൽ പതിഞ്ഞിരിക്കുന്നു എന്നതായിരുന്നു മുഖ്യപ്രവചനം. തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് പ്രവാചകൻ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു. ആഹാസ് രാജാവിൻ്റെയും ഹെസക്കിയ രാജാവിൻ്റെയും കാലഘട്ടത്തിൽ ഈ പ്രവചനം പടിപടിയായി നിറവേറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ജെറുസലേം ഉപരോധിക്കപ്പെടുകയും സാമ്പത്തികമായും രാഷ്ട്രീയമായും വലിയ തകർച്ച നേരിടുകയും ചെയ്തു. അസീറിയക്കാർ യൂദയായുടെ നഗരങ്ങളെ ഓരോന്നായി തകർത്തു തുടങ്ങിയപ്പോൾ ജനങ്ങൾ ഭയചകിതരായി മാറി. സമാധാനവും സുരക്ഷയും വാഗ്ദാനം ചെയ്ത നേതാക്കന്മാർ ഒന്നൊന്നായി പരാജയപ്പെടുന്നത് ജനങ്ങൾ കണ്ടു. പിൽക്കാലത്ത് ബാബിലോണിയൻ പ്രവാസത്തിലേക്ക് നയിച്ച ആത്മീയ ശൂന്യതയുടെ തുടക്കം ഇവിടെയായിരുന്നു. പ്രവചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഭരണചക്രം തിരിക്കാൻ കഴിവുള്ളവർ ഇല്ലാതായപ്പോൾ രാജ്യം വലിയ കുഴപ്പത്തിലുമായി. സമ്പത്തും പദവിയും കൊണ്ട് ഈ ദൈവകോപത്തെ തടയാൻ ആർക്കും സാധിച്ചുമില്ല. ഏശയ്യ മുൻകൂട്ടി കണ്ട ആ മഹാദുരന്തം ചരിത്രത്തിൻ്റെ തങ്ക ലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നായി മാറി. ആ അവിശ്വസ്തതയുടെ ഫലം തലമുറകളോളം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു എന്നത് ഒരു വലിയ പാഠവുമാണ്. പ്രിയ ദൈവജനമേ, ഏശയ്യ വെറും ഒരു പ്രവാചകനായിരുന്നില്ല, പ്രത്യുത അത്യന്തം ധീരനായ ഒരു ദൈവപുരുഷനായിരുന്നു. അധികാരത്തോടും ധാർഷ്ട്യത്തോടും നേർക്കുനേർ നിന്ന് സത്യം വിളിച്ചു പറയാൻ ഒരു മടിയും അദ്ദേഹം കാണിച്ചില്ല. ജനങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ തൻ്റെ ജീവന് അപകടമുണ്ടാകുമെന്നറിഞ്ഞിട്ടും അദ്ദേഹം ഒട്ടും പിന്മാറിയില്ല. ദൈവത്തിൻ്റെ വചനം തൻ്റെ ഉള്ളിൽ തീ പോലെ കത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന് നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞില്ല. വലിയ ദുഃഖത്തോടെയാണ് അദ്ദേഹം ഈ ശിക്ഷാവിധികൾ പ്രവചിച്ചതെങ്കിലും അതിൽ ഒട്ടും കലർപ്പില്ലായിരുന്നു. താൻ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ അധപതനം അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ വേദനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ വിശുദ്ധിയേക്കാൾ വലുതായി അദ്ദേഹം മറ്റൊന്നിനെയും കരുതിയില്ല. തൻ്റെ ചുറ്റുമുള്ളവരുടെ അന്ധതയെ മാറ്റാൻ പരിശ്രമിക്കുന്ന ഒരു നിസ്വാർത്ഥനായ അപ്പസ്തോലനായി അദ്ദേഹം നിലകൊണ്ടു. നമ്മുടെ കാലത്തെ പ്രവാചക ധർമ്മം എന്തായിരിക്കണം എന്നതിന് ഏശയ്യ വലിയൊരു മാതൃകയാണ്. ഈ അധ്യായത്തിൽ നിന്നും നാം പഠിക്കേണ്ട ഒന്നാമത്തെ പാഠം വിനയത്തിൻ്റെ പ്രാധാന്യമാണ്. അഹങ്കാരവും ലോകത്തോടുള്ള അനുരൂപപ്പെടലുമാണ് യൂദയായുടെ തകർച്ചയ്ക്ക് കാരണമായത്. ബാഹ്യമായ മുടികൾക്കും ആഭരണങ്ങൾക്കും പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിശുദ്ധി നാം മറന്നു പോകാറുണ്ട്. നീതിമാൻ തൻ്റെ പ്രവൃത്തികളുടെ നല്ല ഫലം അനുഭവിക്കും എന്ന വാഗ്ദാനം ഇതിൽ അടങ്ങിയിട്ടുമുണ്ട്. എന്നാൽ ദുഷ്ടൻ തൻ്റെ കൈകളുടെ പ്രവൃത്തിക്ക് തക്ക ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും.
അധികാരമെന്നത് ദൈവത്തിൽ നിന്നുള്ള ഉത്തരവാദിത്തമാണെന്നും അത് ദുരുപയോഗം ചെയ്താൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നാം അറിയണം. സഭയിലെയും സമൂഹത്തിലെയും നേതാക്കന്മാർക്ക് ഇതൊരു വലിയ താക്കീതുമാണ്. ദരിദ്രരെയും വിധവകളെയും പീഡിപ്പിക്കുന്നവർക്കെതിരെ ദൈവത്തിൻ്റെ വിധി ഉറപ്പാണെന്ന് ഈ അധ്യായം പഠിപ്പിക്കുന്നു. ആത്മീയ ശൂന്യതയെ ഭൗതികമായ കാര്യങ്ങൾ കൊണ്ട് നികത്താൻ കഴിയില്ലെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റിയാൽ മാത്രമേ ശാശ്വതമായ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. പ്രിയ സഹോദര സഹോദരി, ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ പല പ്രവണതകളും ഏശയ്യ കണ്ട അന്നത്തെ ജെറുസലേമിന് സമാനമാണ്. പ്രശസ്തിക്കും ആഡംബരത്തിനും വേണ്ടി മനുഷ്യർ എന്ത് തിന്മയും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലത്താണ് നാം ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അധികാരം നേടാനുള്ള നെട്ടോട്ടത്തിൽ ധാർമ്മികത പലപ്പോഴും വിസ്മരിക്കപ്പെടുന്നു. കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയും യുവതലമുറയുടെ വഴിതെറ്റിയ പോക്കും പ്രവാചകൻ പ്രവചിച്ച അരാജകത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. സമൂഹത്തിലെ വലിയവരെന്നും ചെറിയവരെന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ എത്ര ദുർബലമാണെന്നാണ്. ഏശയ്യ അന്ന് ചൂണ്ടിക്കാണിച്ച പല സാൻമാർഗിക പ്രശ്നങ്ങളും ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. മനുഷ്യൻ തൻ്റെ ബുദ്ധിയിലും കഴിവിലും മാത്രം വിശ്വസിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ആവശ്യമായി വരുന്നു. ആത്മീയമായ ഉണർവില്ലാത്ത ഏതൊരു പുരോഗതിയും ആത്യന്തികമായി നാശത്തിൽ കലാശിക്കുമെന്ന് പ്രിയ സഹോദര സഹോദരി നാം തിരിച്ചറിയണം. ഈ കാലഘട്ടത്തിലും യേശയ്യായുടെ വാക്കുകൾ ഒരു ഉണർത്ത് പാട്ടായി നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. പാപത്തോടുള്ള ദൈവത്തിൻ്റെ നിലപാട് എപ്പോഴും ഗൗരവമേറിയതാണെന്ന് ഈ അധ്യായം അടിവരയിട്ട് പറയുന്നു. ദൈവം നീതിമാനായതുകൊണ്ട് അനീതിയുടെ മേൽ അവിടുന്ന് കണ്ണടയ്ക്കുകയില്ല. ജനങ്ങൾ ചെയ്ത ഓരോ അതിക്രമത്തിനും ദൈവം കണക്ക് ചോദിക്കുമെന്ന് പ്രവാചകൻ വ്യക്തമാക്കുന്നു. സമാധാനം നഷ്ടപ്പെടുകയും പകരം ഭയവും ദുഃഖവും കൈവരികയും ചെയ്യുന്നത് ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ ഭാഗമാണ്. എന്നാൽ ഈ ശിക്ഷ വെറുമൊരു ശിക്ഷയല്ല, മറിച്ച് തിരുത്തലിനും ശുദ്ധീകരണത്തിനുമുള്ള ഒരു മാർഗമാണ്, അവസരമാണ്. ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അവരെ നേർവഴിക്ക് നടത്താൻ ശിക്ഷിക്കുന്നത്. അത് ശിക്ഷണമാണ്, പീഡനമല്ല. അധർമ്മം പ്രവർത്തിക്കുന്നവർ അതിൻ്റെ കൈപ്പേറിയ ഫലങ്ങൾ അനുഭവിക്കുമെന്ന് പറയുന്നതിലൂടെ മാനസാന്തരത്തിനുള്ള അവസരമാണ് അത് സൂചിപ്പിക്കുന്നത്. ആഡംബരങ്ങളും അനാവശ്യമായ ആഘോഷങ്ങളും അഹങ്കാരത്തിൻ്റെ അടയാളങ്ങളാണെന്ന് ദൈവം കാണുന്നു. വിധി ദിവസത്തിൽ എല്ലാ കപടവേഷങ്ങളും അഴിഞ്ഞു വീഴുകയും സത്യം വെളിപ്പെടുകയും ചെയ്യും. അതിനാൽ ദൈവത്തിൻ്റെ വിധിയിൽ ഭയപ്പെടാതെ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നാം പരിശ്രമിക്കണം. നീതിമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ അധ്യായം ഒരു പ്രത്യാശയുടെ സന്ദേശമാണ് നൽകുന്നത്. ദുഷ്ടന്മാരുടെ ഇടയിൽ ജീവിക്കുമ്പോഴും നീതിമാനെ ദൈവം കൈവിടുകയില്ലെന്ന് ഇതിൽ പറയുന്നുണ്ട്. നീ ഭാഗ്യവാൻ, നിനക്ക് ഗുണം വരും എന്ന വാക്കുകൾ വിശ്വാസികൾക്ക് വലിയ ആശ്വാസം പകരുന്നു. വലിയ വലിയ തകർച്ചകൾക്കിടയിലും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ചെറിയ വിഭാഗമെങ്കിലും ഉണ്ടാകും എന്ന് പ്രവാചകൻ പ്രത്യാശിക്കുന്നുണ്ട്. ശിക്ഷ വിതയ്ക്കുമ്പോഴും മടങ്ങി വരുന്നവരെ സ്വീകരിക്കാൻ പിതാവായ ദൈവം സന്നദ്ധനാണ്, ധൂർത്തപുത്രൻ്റെ അപ്പനെ പോലെ. ജെറുസലേമിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു പുതിയ ഉദയം ഉണ്ടാകുമെന്ന സൂചനയും ഇവിടെ അടങ്ങിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യം അനന്തമാണ് പ്രിയ സഹോദരങ്ങളെ. അത് പശ്ചാത്തപിക്കുന്ന ഹൃദയങ്ങളെ എപ്പോഴും സ്വീകരിക്കും. വെറും നാശത്തെക്കുറിച്ചല്ല, മറിച്ച് വിശുദ്ധിയിലേക്കുള്ള ഒരു തിരിച്ചു പോക്ക്, അതിനെക്കുറിച്ചാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. ഇരുട്ടിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ കൈ നാം പിടിച്ചാൽ വഴി തെറ്റുകയില്ലെന്ന വലിയ സത്യം ഇവിടെ പ്രകടമാണ്. നാമാണ് ആ കൈവിടുന്നത്. അവിടുന്ന് ഒരിക്കലും നമ്മുടെ കൈവിടുന്നില്ല. അവിടുന്ന് നമ്മുടെ അപ്പനാണ്. നമ്മുടെ പാപങ്ങളാണ് ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റി നിർത്തിയിരിക്കുന്നത് എന്ന് തിരിച്ചറിയണം. പിതാവായ ദൈവത്തിൻ്റെ ആ കനിവിൻ്റെ തണലിൽ വിശ്രമിക്കാൻ നാം നമ്മെ തന്നെ സമർപ്പിക്കണം. ഏശയ്യായുടെ ഈ പ്രവചനങ്ങൾ കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ മുന്നോടിയായുള്ള അടയാളങ്ങളായും നമുക്ക് കാണാവുന്നതാണ്. ലോകാവസാനത്തിൽ ദൈവം എല്ലാ ജാതികളെയും വിധിക്കാൻ വരുമെന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. അന്ന് മനുഷ്യർ വിശ്വസിച്ച ലൗകിക ശക്തികളെല്ലാം തകർന്നടിയുകയും
ക്രിസ്തുവിൻ്റെ ഭരണം സ്ഥാപിതമാവുകയും ചെയ്യും. ഏശയ്യാ പ്രവചിച്ചതുപോലെ നീതിമാന്മാർ അന്ന് പ്രകാശം പോലെ വെട്ടിത്തിളങ്ങും. നാം നമ്മുടെ ഹൃദയങ്ങളെയും ജീവിതത്തെയും ഒരുക്കി നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഇത് ഓർമ്മിപ്പിക്കുന്നു. ആഡംബരങ്ങളിലും സുഖലോലുപതയിലും ഒഴുകി ജീവിക്കാതെ ഉണർന്നിരുന്ന് ജാഗരൂകരായി പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൻ്റെ വരവ് ഒരു കള്ളനെ പോലെ ആയിരിക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നു. സഭയും വിശ്വാസികളും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്ന് അകന്ന് കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറെടുക്കണം. ആത്മീയമായ ദാരിദ്ര്യം അനുഭവിക്കാതിരിക്കാൻ ദൈവവചനം കൊണ്ട് നമ്മുടെ ആത്മാവിനെ നമുക്ക് പോഷിപ്പിക്കാം. നിത്യജീവനിലേക്കുള്ള ആ മഹത്തായ യാത്രയ്ക്ക് ഈ പ്രവചനം ഒരു ഉത്തേജനമാണ്. പിതാവായ ദൈവം എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ ശരിയായ സ്ഥാനത്ത് എത്തിക്കും എന്നതാണ് ഈ പ്രവചനത്തിൻ്റെ കാതൽ. അനീതിയാൽ പിടിച്ചെടുക്കപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കേണ്ടി വരുന്ന ഒരു കാലം തീർച്ചയായും വരും. പാവപ്പെട്ടവൻ്റെ അവകാശങ്ങൾ കവർന്നെടുത്തവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ മറുപടി പറയേണ്ടി വരും. ഏശയ്യാ ചൂണ്ടിക്കാണിച്ച നീതിയുടെ അഭാവം സമൂഹത്തിൽ വലിയ മുറിവുകൾ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ദൈവം തൻ്റെ ന്യായവിധിയിലൂടെ ആ മുറിവുകൾ ഉണക്കുകയും നീതി പുനഃസ്ഥാപിക്കുകയും ചെയ്യും. അഹങ്കാരികളുടെ കിരീടങ്ങൾ മണ്ണടിഞ്ഞാലും വിനീതരായവർ ഉയർത്തപ്പെടും. ദൈവം നീതിപീഠത്തിൽ ഇരിക്കുമ്പോൾ അവിടെ പക്ഷപാതമില്ലെന്ന് നാം തിരിച്ചറിയണം, മനസ്സിലാക്കണം. സത്യത്തിനും ധർമ്മത്തിനു വേണ്ടി നിലകൊള്ളുന്നവർക്ക് ലഭിക്കുന്ന വലിയ പ്രതിഫലമാണ് ഈ പുനഃസ്ഥാപനം. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ നന്മയും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് ഒരു സ്ട്രേഞ്ചറായിട്ട് കടന്നു വരുന്ന വ്യക്തിക്ക് നാം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കാൻ കൊടുത്താൽ അത് ദൈവം ഒരിക്കലും മറക്കുകയില്ല, ആ ചെയ്തത് പാഴായി പോവില്ല എന്ന് തിരുവചനം ഉറപ്പ് നൽകുന്നത്. സഹോദരങ്ങളെ, അത്ഭുതകരമായ വിധത്തിൽ ദൈവം നമ്മളെ, തൻ്റെ മക്കളെ നീതിയുടെ വഴിയിലൂടെ നയിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഏശയ്യാ 3-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ മാനസാന്തരത്തിൻ്റെ ചിന്തകൾ ഉണരണം. നാം എവിടെയാണ് തെറ്റിപ്പോയത് എന്ന് ചിന്തിക്കുവാനും തിരുത്താനും മടങ്ങി വരുവാനും ഈ വചനങ്ങൾ നമ്മെ പ്രേരിപ്പിക്കുന്നു. ബാഹ്യമായ അലങ്കാരങ്ങളെക്കാൾ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്കാണ് പിതാവായ ദൈവം പ്രാധാന്യം നൽകുന്നത് എന്ന് നാം തിരിച്ചറിയണം. നമ്മുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവഹിതത്തിന് വിരുദ്ധമായത് എന്തെങ്കിലുമുണ്ടോ എന്ന് പരിശോധിക്കണം. പാപത്തിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് സനാതനമായ നീതിയുടെ പാതയിലേക്ക് കടന്നു വരാൻ ദൈവം നമ്മെ വിളിക്കുന്നു. സമയം വൈകുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമുക്ക് യാചിക്കാം. ഒരു വ്യക്തിയുടെ മാനസാന്തരം ഒരു സമൂഹത്തിൻ്റെ തന്നെ മാറ്റത്തിന് കാരണമായേക്കാം. നമ്മുടെ ബലഹീനതകൾ പിതാവായ ദൈവത്തിന് സമർപ്പിക്കുകയും അവിടുത്തെ ശക്തിക്കായി പ്രാർത്ഥിക്കുകയും വേണം. നമുക്കിനിയും സമയം വൈകിയിട്ടില്ല. കർത്താവിലേക്ക് ഒന്ന് തിരിഞ്ഞാൽ മാത്രം മതി. യഥാർത്ഥമായ പശ്ചാത്താപം ദൈവത്തിൻ്റെ കോപത്തെ കരുണയായി മാറ്റാൻ പര്യാപ്തമാണ്. പ്രിയ ദൈവജനമേ, ഈ അധ്യായ ഭാഗം അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയൊരു ആത്മവിശ്വാസം നിറയേണ്ടതുണ്ട്. ലോകം എത്രയൊക്കെ പ്രക്ഷുബ്ധമാണെങ്കിലും അധികാരങ്ങൾ മാറിമറിഞ്ഞാലും ദൈവം ഇന്നും സിംഹാസനത്തിൽ വാഴുന്നു. അവിടുത്തെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. പ്രവാചകൻ്റെ കഠിനമായ വാക്കുകൾ നമ്മെ ഭയപ്പെടുത്താനല്ല, മറിച്ച് സുരക്ഷിതമായി നയിക്കാനാണ്. ദൈവത്തിൻ്റെ തണലിൽ വസിക്കുന്നവർക്ക് ഒരു ദുരന്തത്തെയും ഭയപ്പെടേണ്ടതില്ല. ഏശയ്യാ നൽകിയ മുന്നറിയിപ്പുകൾ ശിരസ വഹിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധിയിൽ വളരാം. നീതിയുടെ സൂര്യനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രകാശിക്കട്ടെ. ഈ വചനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ ധന്യമാക്കട്ടെ. വരാനിരിക്കുന്ന മഹത്വത്തിൻ്റെ മുൻപിൽ ഈ ലോകത്തിലെ കഷ്ടതകൾ ഒന്നുമല്ലെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ അഭയം പ്രാപിച്ച് നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ നിത്യമായ സമാധാനത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.